ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടാറ് ഐറ്റം ആയിട്ടാണ്. മുട്ടയും മൈദയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടത്. സാധാരണ കേക്കല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ്. പക്ഷേ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടുക, ഇളക്കിയൊന്നും കൊടുക്കരുത്. എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ കാണുമ്പോൾ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി നല്ലൊരു കാരമലൈസ് ആക്കി എടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കുക. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓവറായിട്ട് ഡാർക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പുണ്ടാവും. ഇതുപോലത്തെ ഒരു കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ആദ്യം തന്നെ ഓയിലൊക്കെ തടവിയിട്ട് ബട്ടർ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് ഇതിൽ നിന്ന് വിട്ടു പോകുന്നുള്ളൂ കേട്ടോ. ഞാനത് ചെയ്യാൻ വിട്ടു പോയതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ 4 പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ബനാനയും കാരമലൈസ് ചെയ്തൊരു പരുവത്തിലായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ബനാന ഇതിൻ്റെ മുകളിൽ വെച്ചത്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് 3 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 കോഴിമുട്ടയും മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് തൈരൊക്കെ ചേർക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ മിൽമയുടെ തൈരുണ്ടല്ലോ, അതാണ് കേട്ടോ. ഇപ്പോൾ പുളിയുള്ള തൈരാണെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കേക്കൊന്നും ഒട്ടും പുളിയൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈരൊക്കെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ബാറ്റർ അടിച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്തത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് വിട്ടു പോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലോറാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി അരിച്ചു വെച്ച മൈദയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒരു സ്ട്രൈനറിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ കുറച്ച് കൂടുതൽ ചേർക്കുന്ന ഒരു വെറൈറ്റി കേക്ക് തന്നെയാണ് കേട്ടോ അത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഞാൻ ഫ്ലോറിലേക്ക് ചേർത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തു വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ചെയ്യാവും നല്ലത്. 2 പ്രാവശ്യമായി അരിച്ചിട്ട് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അത്ര നല്ല തിക്കൊന്നും അല്ല, എന്നാൽ അത്ര ലൂസും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്റർ ഇരിക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലൈസ് ചെയ്ത പഞ്ചസാര അതിൻ്റെ മുകളിൽ നേന്ത്രപ്പഴം വെച്ചിരുന്നല്ലോ, അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ബാറ്ററി കേക്ക് ടീനിൻ്റെ 1/4 ഭാഗം മാത്രമേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കേക്ക് നല്ല പോലെ പൊങ്ങി വന്നിട്ട് പാത്രമൊക്കെ കവിഞ്ഞു പോവും. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട്. ഇനി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു അലുമിനിയം പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് കേട്ടോ ഞാനിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ടീന് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞ തീയിൽ 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 45 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. അപ്പോൾ കേക്കൊക്കെ നല്ല പോലെ തണുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് കമഴ്ത്തി കൊടുക്കാം. കേക്ക് തണുത്തതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പോലെ വിട്ട് വരില്ല. അപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ടീ കേക്ക് പോലെയല്ല കേട്ടോ, അത് കുറച്ചും കൂടി ടേസ്റ്റാണ്. കാരണം നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ മേലെ ബനാനയൊക്കെ വെച്ചതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് ഈ കേക്കിന്.
കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കേക്കാണ് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കേക്കാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്റ്റാൻഡേർഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്